ജി എസ് ടി രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ജി എസ് ടി പോർട്ടൽ. ജി എസ് ടി പോർട്ടലിൽ ലോഗിൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ, ഇല്ലെങ്കിൽ രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം രജിസ്ട്രേഷൻ പേജ് നമ്മുടെ മുമ്പിൽ ലോഡായിട്ട് വരും. അപ്പോൾ രജിസ്ട്രേഷൻ പേജിൽ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ന്യൂ രജിസ്ട്രേഷൻ ആയിരിക്കും സെലക്റ്റഡ് ആയിട്ടുണ്ടാകുന്നത്. അതിൽ നമ്മൾ എന്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ടാക്സ് പെയർ ആയിരിക്കും. നോർമലി നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് പെയർ എന്ന കാറ്റഗറിയിലാണ് എടുക്കാറുള്ളത്. ബാക്കി വേറെയാണ് ടാക്സ് പെയർ. അതേപോലെ സ്റ്റേറ്റ് എന്ന് കൊടുക്കുക. സ്റ്റേറ്റ് നമ്മുടെ കേസിൽ കേരളയാണ്. എന്നിട്ട് നമ്മൾ ഡിസ്ട്രിക്റ്റ് കൊടുക്കണം. ഡിസ്ട്രിക്റ്റ്, ലീഗൽ നെയിം എന്ന് പറയുന്നത് പാനിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിം പാനിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് വ്യത്യാസം ഉണ്ടാവാം. ചിലപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പേര് മനു ഫിലിപ്പ് ജോസഫ് എന്നാണെങ്കിൽ എനിക്ക് പാനിൽ ഓപ്ഷൻ ഉണ്ട് മനു പി ജെ എന്ന് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പി ജെ എന്ന് എൻ്റർ ചെയ്താൽ ഇവിടെ വാലിഡേറ്റഡ് ആവില്ല. നമ്മൾ മനു ഫിലിപ്പ് ജോസഫ് ആ ഫുൾ നെയിം നമ്മളുടെ പാനിൽ ഉള്ള ഡേറ്റാബേസിലുള്ളതുപോലെ നമ്മൾ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ കേസിൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്. ക്യാപ്ചയും എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഒരെണ്ണം. അപ്പം അത് ക്യാൻസൽ ആയത് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നേരത്തെ അപ്രൂവ് ആയത് ഒരെണ്ണം കാണിക്കുന്നുണ്ട്. അതേപോലെ ജി എസ് ടി പ്രാക്ടീഷനായിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പം നമുക്ക് ഓൾറെഡി ഉള്ള രജിസ്ട്രേഷനുള്ള ഒരു വാണിംഗ് കാണിക്കും. നമുക്കത് വാണിംഗ് ആണ്, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. വേറെ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ എനിക്ക് മൊബൈൽ ഒ ടി പിയും ഇമെയിൽ ഒ ടി പിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിലും ഒ ടി പി എൻ്റർ ചെയ്യുക. ഒ ടി പി എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടെമ്പററി റെഫറൻസ് നമ്പർ, ഇതാണ് ടെമ്പററി ലോഗിൻ നമ്പർ. അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. നമുക്കിത് മെയിലായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ടെമ്പററി റെഫറൻസ് നമുക്കിപ്പോൾ കിട്ടിയ ടെമ്പററി റെഫറൻസ് നമ്പർ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ അത് ലോഗിൻ ചെയ്യുമ്പോൾ അതിന് ഒ ടി പി വേണം. പാസ്വേഡ് ഇല്ല. എല്ലാ ടൈമിലും നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് നമുക്ക് ഒ ടി പി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ടെമ്പററി ലോഗിൻ ഐ ഡിയിൽ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെമ്പററി ലോഗിൻ ഐ ഡി കയറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ മൈ സേവ്ഡ് ആപ്ലിക്കേഷൻ GST REG1 ഇതാണ് രജിസ്ട്രേഷൻ്റെ ഫോം. അപ്പോൾ ആപ്ലിക്കേഷൻ ഇത് ഡ്രാഫ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് എക്സ്പയർ ഡേറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ മാക്സിമം ഒരു ഇത്രയും ഡേയ്സ് കിട്ടും. അതിനുള്ളിൽ നമ്മളത് സബ്മിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. എൻ്റെ ഡീറ്റെയിൽസും പാനും നമ്മളവിടെ കൊടുത്ത് വെച്ചിട്ട് പ്രീഫില്ലായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് നെയിം, എനിക്ക് ട്രേഡ് നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനു ഫിലിപ്പ് ജോസഫ് എന്നുള്ളത് എൻ്റെ ബിസിനസ്സിൻ്റെ പേര് ആൽഫ ട്രേഡിംഗ് കമ്പനി എന്നാണെങ്കിൽ ആൽഫ ട്രേഡിംഗ് കമ്പനിയോട് കൊടുക്കുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ്, എന്ത് ടൈപ്പ് ബിസിനസ്സാണ്, പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പ്, അതേപോലെ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്, നമ്മൾ ഒറ്റ നടത്തുമ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് എൻ്റർ ചെയ്യുക. നമ്മൾ എന്നിട്ട് ഇതിലെ ഓരോ ഫീൽഡുകൾ നമ്മൾ വായിച്ച് നോക്കിയിട്ട് ഫില്ല് ചെയ്യാനുള്ള ഫീൽഡുകളേ ഉള്ളൂ എല്ലാം. ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അത് നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. പിന്നെ നമുക്ക് കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കോമ്പോഷൻ സ്കീം ഓപ്ഷൻ കൊടുക്കാനുള്ള ഇതുണ്ട്. നമുക്കത് കോമ്പോഷൻ എടുക്കണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കണ്ട. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളത്, ത്രഷോൾഡ്, അതായത് 20 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷത്തിൻ്റെ ടേൺ ഓവർ ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണോ എനിക്ക് വോളണ്ടറി വേണമെങ്കിൽ വോളണ്ടറി എടുക്കാം. അപ്പോൾ വോളണ്ടറി ബേസിസ് എടുക്കാം എന്നാണ് ബിസിനസ് കമൻസ് ചെയ്തത്. വേറെ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ വേറെ GST ആണെങ്കിൽ എൻ്റർ ചെയ്യാം. വേറെ ഈ കാണുന്ന രജിസ്ട്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ എൻ്റർ ചെയ്തിട്ട് രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റും ആഡ് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ രജിസ്ട്രേഷൻ്റെ അടുത്ത ബിസിനസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട്ണർ ഓർ പ്രൊമോട്ടർ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ നമ്മളുടെ പേര്, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഫോൺ നമ്പർ, ഡെസിഗ്നേഷൻ. നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുമ്പോൾ അതിൽ നമ്മൾ ഡെസിഗ്നേറ്റഡ് പ്രൊപ്പറേറ്റർ ആയിരിക്കും. ഇനി അങ്ങനെ അപ്പോൾ പ്രൊപ്പറേറ്റർ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ പാൻ നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്യുന്നു. അതേപോലെ ഇവിടെ നമ്മൾ അഡ്രസ്സ് എൻ്റർ ചെയ്യണം. അപ്പോൾ അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ മാപ്പിൽ കണ്ടുപിടിക്കാൻ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പിൻകോഡ് വരും. അപ്പോൾ പിൻകോഡ് ക്ലിക്ക് ചെയ്താൽ അവിടെ വരും. പക്ഷേ എന്നാലും ഇതിൽ ലൊക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പണി. അതിനൊരു എളുപ്പ വഴിയുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് എൻ്റെ ലൊക്കേഷൻ, ബിസിനസ് ലൊക്കേഷൻ ഏതാണെന്ന് ബിസിനസ് അല്ല റെസിഡൻസ് ലൊക്കേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ ഈ കോർഡിനേറ്റ് നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് GST രജിസ്ട്രേഷൻ്റെ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോർഡിനേറ്റ് കറക്റ്റായിട്ട് എന്നിട്ട് കൺഫേം കൊടുത്താൽ മതി. കൺഫേം കൊടുക്കുമ്പോൾ കുറേ ഡാറ്റ പ്രീഫിൽ വരും. ഇതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം GPS ലൊക്കേഷൻ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഇനി നെയിം ഓഫ് പ്രിമൈസസ്, നമ്മളുടെ ബിൽഡിംഗ് നമ്പർ, അതെല്ലാം ഇവിടെ എൻ്റർ ചെയ്യണം. അതേപോലെ നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഓതറൈസ് സിഗ്നറ്ററി, പ്രൊപ്പറേറ്റർ ആകുമ്പോൾ ഓതറൈസ് സിഗ്നറ്ററി ആയിരിക്കണം നോർമലി. പക്ഷേ എനിക്ക് വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഓതറൈസ് സിഗ്നറ്ററി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഓതറൈസ് സിഗ്നറ്ററി ആണെന്ന് കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓതറൈസ് സിഗ്നറ്ററി, നമ്മൾ നേരത്തെ പ്രൊപ്പറേറ്റർ ആണ് ഓതറൈസ് സിഗ്നറ്ററി എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് പ്രൈമറി ഓതറൈസ് സിഗ്നറ്ററി ടിക്ക് ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം അപ്പുറത്തുനിന്ന് പ്രീഫിൽ വരും ഡീറ്റെയിൽസ് എല്ലാം. നമ്മളിത് ഫോട്ടോയും പിന്നെ പ്രൊപ്പറേറ്റർഷിപ്പ് ആയതുകൊണ്ട് ഓതറൈസ് സിഗ്നറ്ററിക്ക് വേറെ പ്രൂഫൊന്നും വേണ്ട. പ്രൊപ്പറേറ്റർ തന്നെയായിരിക്കും ഒബ്വിയസ്ലി ഓതറൈസ് സിഗ്നറ്ററി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എൻ്റർ ചെയ്യാനില്ല. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഇനി അടുത്ത ഓതറൈസ് റെപ്രസെൻറ്റേറ്റീവ്, എനിക്ക് വേണമെങ്കിൽ വേറൊരു റെപ്രസെൻറ്റേറ്റീവിനെ കൊണ്ട് ഇതെല്ലാം ഓതറൈസ് ചെയ്ത് എല്ലാ ബിസിനസ് ആക്ടിവിറ്റി നടത്താം. അതില്ലെങ്കിൽ അത് സേവ് ആൻഡ് കണ്ടിന്യൂ. അടുത്തതാണ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇത് എൻ്റർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ടാബെത്തി പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ഇതിലും നമുക്ക് അഡ്രസ്സ്, നമ്മുടെ ബിസിനസ് അഡ്രസ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കൺഫേം ചെയ്യുക. അപ്പോൾ അടിയിൽ കുറേ പ്രീഫിൽ വരും. ഇനി നമ്മൾ ബിൽഡിംഗ് നമ്പർ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം. GST രജിസ്ട്രേഷൻ ഒരു ബിൽഡിംഗ് നമ്പറിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ നമ്പർ മാൻഡേറ്ററി ആണ്. ബാക്കി പ്രിമൈസിൻ്റെ ബിൽഡിങ്ങും അതേപോലെ ലാൻഡ്മാർക്കും ഒരു മാൻഡേറ്ററി ആണ്. എല്ലാ കേസിലും നമുക്കത് ലാൻഡ്മാർക്ക് എൻ്റർ ചെയ്തില്ലെങ്കിൽ അപ്രൂവ് ആവാറില്ല. ഇനി നമ്മൾ ഇവിടുത്തെ ലൊക്കേഷൻ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന, ഇപ്പോൾ കലൂരാണെങ്കിൽ കലൂർ സർക്കിൾ ഇതേ വരും, സ്റ്റേറ്റിൻ്റെ സർക്കിൾ. ഇനി അതേപോലെ സെൻറ്ററിൻ്റെ ഡിവിഷനും നമുക്ക് വരും. ഇപ്പോൾ എറണാകുളം ഡിവിഷൻ, ഇതിൻ്റെ റേഞ്ച് ഉണ്ട്. എറണാകുളം ഡിവിഷനിൽ തന്നെ പല പല റേഞ്ചുകളുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം.
അപ്പോൾ ആ റേഞ്ച് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ചില നമുക്ക് ചെറിയ ടൗണൊക്കെ ആണെങ്കിൽ റേഞ്ച് ഒറ്റ റേഞ്ച് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കേസിൽ നമുക്ക് കൊച്ചി ആയതുകൊണ്ട് റേഞ്ച് 5 നമ്മൾ 6 കണ്ടു നേരത്തെ. അപ്പോൾ നമ്മൾ GST ജൂറിസ്ഡിക്ഷൻ സെർച്ച് എടുക്കുക. സെൻട്രലിലെ കേസിലാണ് ഈ റേഞ്ചിൻ്റെ പ്രശ്നമുള്ളൂ. അപ്പോൾ നമ്മൾ അതെടുക്കുക. എന്നിട്ട് നമുക്ക് ആപ്ലിക്കബിളുള്ള സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്തു. സ്റ്റേറ്റിൽ കമ്മീഷൻ റേറ്റ് ഒരെണ്ണമുള്ളൂ, തിരുവനന്തപുരമാണ്. ആ കമ്മീഷൻ റേറ്റ് കൊടുത്തു. കൊച്ചി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതേപോലെ നേരത്തെ നമ്മൾ കലൂർ സർക്കിളിൽ നിന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കലൂരല്ല, സർക്കിൾ നമുക്ക് എറണാകുളമാണ്. ഇപ്പോൾ എറണാകുളം ഡിവിഷൻ എടുത്തു. ഇനി ഇതാ നമുക്ക് 6 റേഞ്ചുകളും കിട്ടി. അപ്പോൾ ഈ റേഞ്ചുകളിൽ എന്താ വ്യത്യാസം നമുക്കിവിടെ കാണാം, ഓരോരോ ജൂറിസ്ഡിക്ഷൻ ആർക്കൊക്കെയാണെന്ന്. സോ ഇതിൽ നമുക്ക് കാണാം എറണാകുളം ഡിവിഷൻ ഹൂസ് നെയിം സ്റ്റാർട്ട് വിത്ത് A to C. അപ്പോൾ A തൊട്ട് C വരെ നെയിമുള്ള എല്ലാം വരും. ഇപ്പോൾ എൻ്റെ M ആണ്, അപ്പോൾ M to Q ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ എൻ്റെ എറണാകുളം റേഞ്ച് 4. അപ്പോൾ ഈ റേഞ്ചാണ് ഞാൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ റേഞ്ചും സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും. ഇനി വരുന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇതാണ് എപ്പോഴും നമുക്ക് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് കൺസെൻറ്റ് കൊടുക്കാം. ഞാൻ എൻ്റെ സ്വന്തം ബിൽഡിംഗ് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ ആണ്, എൻ്റെ റിലേറ്റീവിൻ്റെ ആണെങ്കിൽ കൺസെൻറ്റ് മതി. നമുക്ക് റെൻ്റ് അഗ്രിമെൻറ്റ് മാൻഡേറ്ററി അല്ല. അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് കൺസെൻറ്റ് ലെറ്റർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേരിൽ ഒപ്പിട്ട് മേടിക്കുന്ന ഒരു കൺസെൻറ്റ് ലെറ്റർ ഫോർമാറ്റ് കാണിക്കാം. കൺസെൻറ്റ് ലെറ്ററും അതേപോലെ ഇപ്പോൾ കൺസെൻറ്റ് ലെറ്ററും കൊടുക്കണം. അതേപോലെ ഒരു ഡോക്യുമെൻറ്റും, അതായത് ലീഗൽ ഓണർഷിപ്പ്. ആ ബിൽഡിംഗ് ഓണർക്ക് ഇതിൻ്റെ ഓണർഷിപ്പ് എങ്ങനെ കിട്ടിയെന്നുള്ളത്, അതായത് കോർപ്പറേഷനിലെ ബിൽഡിംഗ് ടാക്സ് അടച്ച റെസീപ്റ്റോ KSEB ബില്ലോ കൊടുത്താൽ മതിയാവും. ഇതാണ് കൺസെൻറ്റ് ലെറ്ററിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ്. പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല, പക്ഷേ ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണിത്. നമ്മൾ നെയിം ഓഫ് ബിൽഡിങ്ങിൻ്റെ ഓണർ, അതായത് ടാക്സ് റെസീപ്റ്റിലോ അല്ലെങ്കിൽ KSEB ബില്ലിലോ ഓണറിൻ്റെ പേരില്ല, ആ പേര് ഇവിടെ വരണം. അപ്പോൾ ആ ഓണറാണ് നമ്മൾക്ക് ഈ ബിസിനസ് യൂസ് ചെയ്യാൻ സ്ഥലം തരുന്നത്. മെസ്സേഴ്സ് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും പേരിലാണ് ട്രേഡ് നെയിം വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് നെയിം ഇവിടെ എഴുതാം. റെപ്രസെൻറ്റഡ് ബൈ പാർട്ട്നേഴ്സിന് വരും പ്രൊപ്പറേറ്റർ. പാർട്ണർഷിപ്പിന് മാത്രമേ പാർട്ട്നേഴ്സ് എന്ന് എഴുതുള്ളൂ. പിന്നെ ഐ ഹാവ് ഒബ്ജെക്ഷൻ കൺവേഡ് മൈ കൺസെൻറ്റ് ടു നെയിം ഓഫ് പേഴ്സൺസ്. ആർക്കാണ് നമ്മൾ ഈ കൺസെൻറ്റ് കൊടുക്കുക, അതായത് രജിസ്ട്രേഷൻ എടുക്കുന്ന ആളുടെ പേര്. ഇപ്പോൾ ഇവിടെ ഈ കേസിൽ എൻ്റെ പേരോട് എഴുതണം. എനിക്ക് ഓണർ ആരാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫാദർ ആണെങ്കിൽ ജോസഫ് എന്ന് ഇവിടെ എഴുതിയിട്ട് ഞാനിവിടെ എൻ്റെ പേര് എഴുതും. എനിക്കാണ് കൺസെൻറ്റ് തരുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ റിലേറ്റീവോ അങ്ങനെ ആരിലൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ ബ്രാക്കറ്റിൽ എന്താ റിലേഷൻ എന്നും കൂടി എഴുതണം. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റിലേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ റെൻ്റ് അഗ്രിമെൻ്റ് ഇല്ല, അപ്പോൾ അതിവിടെ നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 2 പ്രൂഫ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് കൺസെൻറ്റ് ലെറ്റർ, മറ്റേതൊന്ന് പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ്. അതായത് ബിൽഡിംഗ് എങ്ങനെയാണ് ഓണർഷിപ്പ് കിട്ടുന്നതിൻ്റെ പ്രൂഫ്, അതായത് പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റോ KSEB ബില്ലോ, എന്നിട്ട് ആ ഓണർ നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ തരുന്ന കൺസെൻറ്റ് ലെറ്ററും. അപ്പോൾ ഇത് രണ്ടും എൻ്റർ ചെയ്യണം. മറിച്ച് റെൻറ്റഡ് ആയിരുന്നെങ്കിൽ നമ്മൾ റെൻ്റ് അഗ്രിമെൻറ്റ് ഇവിടെ എൻ്റർ ചെയ്യണം. റെൻ്റ് അഗ്രിമെൻറ്റും NOC ഇത് രണ്ടും. അതേപോലെ റെൻ്റ് അഗ്രിമെൻറ്റിൻ്റെ ആ ഓണർക്ക് കിട്ടുന്ന എങ്ങനെയാണ് ഓണർഷിപ്പ് കിട്ടിയിട്ടുള്ളതിൻ്റെ ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റും. അപ്പം റെൻ്റ് അഗ്രിമെൻ്റ് ആണെങ്കിൽ NOC വിത്ത് റെൻ്റ് അഗ്രിമെൻറ്റും ആ ഓണർക്ക് എങ്ങനെയാണ് ഓണർഷിപ്പ് കിട്ടുന്നതിനുള്ള പ്രൂഫ്, അതായത് ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റോ KSEB ബില്ലോ വേണം. അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ട് സപ്ലയർ ഓഫ് സർവീസ് എന്ത് സർവീസാണ് ഇമ്പോർട്ട് ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വായിച്ചിട്ട് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സർവീസ് ടിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പോൾ അടുത്ത പേജ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്. നമുക്ക് വേറെ രണ്ടാമതൊരു സ്ഥലത്ത് നമ്മൾ ബിസിനസ് ചെയ്യുന്നെങ്കിൽ അത് നമ്മളിതിൽ ആഡ് ചെയ്യേണ്ട മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ നമ്മളത് പ്രൊസീഡ് ചെയ്യാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇത് വരും. നമ്മളിനി എന്ത് സർവീസാണോ അല്ലെങ്കിൽ എന്ത് ഗുഡ്സ് ആണോ ചെയ്യുന്നതിൻ്റെ ടോപ്പ് 5 കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ്സ് ആണെങ്കിൽ, സർവീസ് ആണെങ്കിലും ടോപ്പ് 5 നമുക്ക് മാക്സിമം അത്ര ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ വിൽക്കുന്ന ഗുഡ്സിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള 5 ഗുഡ്സ് അല്ലെങ്കിൽ 5 സർവീസാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ സർവീസ്, ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ഞാനിവിടെ റെസ്റ്റോറൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഡ്രോപ്പ് ഡൗണിൽ വരും. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ഡൗൺ റെസ്റ്റോറൻറ്റ് സർവീസസ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സർവീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിനിമം 1 ആഡ് ചെയ്യണം, മാക്സിമം 5 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സർവീസ് അല്ലെങ്കിൽ ഇത് 1 ആഡ് ചെയ്തിട്ട് നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പോൾ അടുത്ത പേജിൽ നമ്മൾ നോക്കേണ്ടത് സ്റ്റേറ്റ് സ്പെസിഫിക്, അതായത് പ്രൊഫഷണൽ ടാക്സിൻ്റെ കോഡ് ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെ രജിസ്ട്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതോടെ എൻ്റർ ചെയ്യണം. മാൻഡേറ്ററി അല്ല, അപ്പോൾ അതില്ലെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇനി ആധാർ ഒതൻറ്റിക്കേഷൻ. ഈ ആധാർ ഒതൻറ്റിക്കേഷൻ ഇപ്പോൾ മാൻഡേറ്ററി ആണ്, ഇല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആധാർ ഒതൻറ്റിക്കേഷൻ സിമ്പിൾ സ്റ്റെപ്പാണ്. നമുക്ക് ഇത് കഴിയുമ്പോൾ ആധാർ ഒതൻറ്റിക്കേഷൻ്റെ മെയിൽ വരും, അതും ഓൺലൈൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതും സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സബ്മിഷൻ്റെ ലാസ്റ്റ് പേജ്. ഇതിൽ നമ്മൾ വെരിഫിക്കേഷൻ, ഞാൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുന്നു. ഓതറൈസ് പേഴ്സൺ നമ്മൾ എൻ്റർ ചെയ്ത് എൻ്റെ പേര് വരുന്നു, എൻ്റെ പ്ലേസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് സബ്മിറ്റ് DVC എനേബിൾഡ് ആവും. എൻ്റെ ഇവിടെ നെറ്റ് കണക്ഷൻ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് അത് വന്നിട്ടില്ല, എനേബിൾ ആവും. EVC റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൊബൈലിലും അതേപോലെ ഇമെയിലിലും EVC വരും. നമ്മളപ്പം അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ആവും. അപ്പോൾ വൺസ് സബ്മിറ്റഡ് ആയി കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ടിൽ ലോഗ്ഡ് ഇൻ ആണ്. നമ്മൾ ടൈം ഔട്ട് ആവാം, ടൈം ഔട്ട് ആയാലും നമ്മൾ TRN നമ്പർ നേരത്തെ കിട്ടിയിട്ടുള്ള വെച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് സേവ്ഡ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ സബ്മിറ്റ് ചെയ്തിട്ടില്ല ഞാൻ, അതുകൊണ്ട് എനിക്ക് ഡ്രാഫ്റ്റ് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡ്രാഫ്റ്റ് എന്നുള്ള സ്റ്റാറ്റസ് പെൻഡിങ് ഫോർ വാലിഡേഷൻ എന്ന് വരും. അപ്പോൾ നമ്മളുടെ പാനിൽ കൊടുത്ത നെയിമും പാൻ ഡാറ്റാബേസ് ആയിട്ടും ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനു PJ എന്നാണ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാൻ ഡാറ്റാബേസ് ആയിട്ട് മിസ്മാച്ച് വരും. അപ്പോൾ ഇവിടെ വാലിഡേഷൻ എറർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വരും. അത് പൊതുവെ 20 മിനിറ്റ് എടുക്കാം, ചിലപ്പോൾ ഓവർനൈറ്റും ആണ് ആ വാലിഡേഷൻ എറർ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതിപ്പോൾ പെൻഡിങ് ഫോർ വാലിഡേഷൻ ആവും. അഥവാ വാലിഡേഷൻ എറർ ഒന്നും ഇല്ലെങ്കിൽ ഇത് പെൻഡിങ് ഫോർ പ്രോസസ്സിംഗ് ആവും. സ്റ്റാറ്റസ് പെൻഡിങ് ഫോർ പ്രോസസ്സിംഗ് ആവുന്നതിന് മുമ്പും നമ്മൾക്ക് ആധാർ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്.
അപ്പോൾ നമ്മളെ പെൻഡിങ് ഫോർ വാലിഡേഷൻ മാറി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ആധാർ ഒതൻറ്റിക്കേഷൻ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു മെയിൽ വരും. ഇവിടെ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റീഡയറക്റ്റ് ആയിട്ട് ഒരു ആധാറിൻ്റെ ഒതൻറ്റിക്കേഷൻ പേജിൽ പോകും. അവിടെ നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക, എന്നിട്ട് ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ ആധാർ OTP നമ്മൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് കഴിയുന്ന ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ഒരു ARN എൻഡ് ചെയ്യുന്നൊരു നമ്പർ കിട്ടും. ARN നമ്പർ എന്നാണ് നമ്മൾ പറയുന്നത്. ആ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ എനിക്ക് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മെയിലായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയതിന് ശേഷം എനിക്ക് സർവീസസിൽ രജിസ്ട്രേഷനിൽ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള മെനു ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയ ARN നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാം. അപ്പം ഫസ്റ്റ് വരുന്നത് നോട്ട് അലോട്ട്, അസൈൻ ടു സെൻറ്റർ എന്ന് പറയുന്നത് നോട്ട് ആപ്ലിക്കബിൾ എന്നായിരിക്കും. അത് കുറച്ച് നേരം കഴിയുമ്പോൾ റെഡിയാവും. എന്നിട്ട് ഇത് സെൻറ്റർ ജൂറിസ്ഡിക്ഷൻ ആണോ സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷൻ ആണോ അലോക്കേഷൻ വരുന്നത് അത് ഓട്ടോമാറ്റിക്കലി തീരുമാനിക്കുന്നതാണ്. അപ്പം ആ അലോക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാം പെൻഡിങ് ഫോർ പ്രോസസ്സിംഗ് എന്നുള്ളത്. നമ്മളപ്പോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മാക്സിമം 14 ഡേയ്സിൽ അപ്രൂവ് ചെയ്യണമെന്നാണ്, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അപ്രൂവ് ആവും. അങ്ങനെ നമ്മൾക്ക് പൊതുവെ 7-8 ദിവസങ്ങളിൽ അപ്രൂവ് ആവാറുണ്ട്. അപ്പോൾ അഥവാ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് പൊതുവെ വരുന്നത് നമ്മൾ കൊടുത്ത അഡ്രസ് പ്രൂഫിൻ്റെ പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പം അത് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെൻഡിങ് ഫോർ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാവും സ്റ്റാറ്റസ്. നമുക്കതിന് മെയിലും വരും എന്താണ് പെൻഡിങ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ TR നമ്പർ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് മിസ്സിംഗ് എന്ന് കറക്റ്റ് കാണാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നുകൂടി എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അഡീഷണൽ ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി സബ്മിറ്റ് ആവും. അപ്പോൾ വൺസ് നമ്മൾ GST രജിസ്ട്രേഷൻ നമുക്ക് അപ്രൂവ് ആയി കഴിയുമ്പോൾ നമുക്ക് മെയിൽ വരും. അതായത് നമ്മളുടെ ഇനീഷ്യൽ യൂസർ ഐഡിയും പാസ്വേഡും നമ്മൾ GSTN നമ്പർ ആയിരിക്കും യൂസർ ID. അപ്പോൾ നമുക്കത് മെയിൽ വരും. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലോഗിൻ പേജിൽ ഇവിടെയല്ല ലോഗിൻ ചെയ്യേണ്ടത്, ഇതിൻ്റെ അടിയിൽ ക്ലിക്ക് ഹിയർ ഫോർ ഫസ്റ്റ് ടൈം ലോഗിൻ. അപ്പോൾ ഫസ്റ്റ് ടൈം ലോഗിനിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് വേണം ഇവിടെ ലോഗിൻ ചെയ്യാൻ. അപ്പം അത് ഇനീഷ്യൽ ലോഗിൻ്റെ മാത്രം ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് നമ്മുടെ സെലക്ഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇത്രയേ ഉള്ളൂ GST രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ്.